ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക്ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കബ്സയുടെ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തത്. അതിനൊരു കോമ്പിനേഷൻ ചട്നിയോട് ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്കായിട്ട് ഞാൻ 2 വലിയ പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് സവാള എടുത്തിട്ടുണ്ട്. ഇത്ര തന്നെ മതിയാവും കേട്ടോ. 1/2 ടീസ്പൂൺ ചെറുജീരകം കൂടി എടുത്തിട്ടുണ്ട്. ഒരല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കൂടി പോവേണ്ട, ഒരെണ്ണം തന്നെ എടുത്താൽ മതി. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിന് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 ചെറിയ തണ്ട് മല്ലിയിലയോട് എടുത്തിട്ടുണ്ട്. മല്ലിയിലയും കൂടി പോകണ്ട കേട്ടോ. കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ കറിക്കൊരു ഗ്രീൻ കളർ ആയിരിക്കുള്ളൂ. അപ്പോൾ മല്ലിയില കൂടാതെ തന്നെ ശ്രദ്ധിക്കുക, ഒരു 2 തണ്ട് ചെറിയ തണ്ട് എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിത് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് ആ നാരങ്ങ നീരൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ അത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതപ്പോൾ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഫൈനായിട്ട് അരക്കേണ്ട, ചെറിയ ചെറിയ തരിയായിട്ട് തക്കാളി കിടക്കണ ആ ഒരു രീതിയിൽ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് 2 മല്ലിയില കൂടെ ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സലാട്ട ഹറ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അറബിക് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക.